അടുത്തതായി ഉദ്ഘാടന സമ്മേളനത്തിൽ ആശംസകൾ നേർന്നുകൊണ്ട് KJU വൈസ് പ്രസിഡന്റ് പി മുഹിയുദ്ദീൻ മദനി നമ്മെ അഭിസംബോധന ചെയ്യുന്നു. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ലൈസ ലി കലിമ അലാ മാ സമിഅതു മിൻ ഫളീലത്തി ശൈഖ് من فضيلة الشيخين حفيظ الرحمن شيخ حفيظ الرحمن وشيخ നീങ്ങുട്ടി മൗലവി. സഹോദരന്മാരെ, വളരെ സന്തോഷകരമായ ഒരു പ്രഭാതത്തിൻ്റെ ഇതിലാണ് നമ്മളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. പരപ്പരങ്ങാടിയിൽ നിന്ന് ഞാൻ ഇവിടെ എത്താൻ എത്ര മണിക്കൂർ എടുത്തു നിങ്ങളോട് പറഞ്ഞാൽ ഇന്നത്തെ ദിവസത്തിൻ്റെ വിദേഹത്തിൻ്റെ ഏറ്റവും കടുപ്പമായ ഒരു സന്ദർഭത്തിലാണ് നമ്മളെല്ലാവരും. അതിനെ തുടച്ചു കളയുവാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. ഞങ്ങൾ വരുമ്പം ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി. ജാഥ, മൗലീദ് ജാഥ എന്ന് പറഞ്ഞ ആ ജാഥ റോഡ് തടഞ്ഞു. ഞങ്ങൾക്ക് കാവ മറ്റേ പായസം മറ്റതൊക്കെ കൊടുന്നു തന്നു. അപ്പം എൻ്റെ വണ്ടി ഓടിച്ചിരുന്ന സുഹൃത്ത് സ്നേഹിതം അവരോട് പറഞ്ഞു, ഖുർആനിലോ ഹദീസിലോ തെളിവുണ്ടോ നിങ്ങൾ ഈ ചെയ്യുന്നതിനെന്നും. ആ ജാഹിലിയങ്ങളോട് എന്ത് പറയാനാണ്? ഞാൻ വേഗം ചെയ്ത് ഇങ്ങോട്ട് ഇതായിട്ട് അങ്ങനെയൊന്നും പറയരുത്. ഓല് ജാഹിലിയങ്ങളാണ്, ഓല് ജഹാലത്ത് പറയുന്നവരാണ്. ആ ജഹാലത്തിന് നമുക്ക് മറുപടി ഇപ്പം പറഞ്ഞാൽ അത് വലിയൊരു അപകടമായിരിക്കും. അത് മുണ്ടാതിരുന്നോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇന്നത്തെ ഈ ദിവസം തന്നെ നമ്മൾ തിരഞ്ഞെടുത്ത് വളരെ അനുയോജ്യമായ ഒരു ദിവസമാണ്. മാത്രമല്ല, ഇത് സന്ദേശം ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ നമ്മളതിന് ചരിത്രം പഠിക്കണം. ഒരുപാട് ചരിത്രങ്ങളിൽ കൂടി മഹാന്മാരായ നമ്മുടെ സെൽഫികൾ അല്ലാതെ ഉണ്ടാക്കിയിട്ടുള്ളത്. സെൽഫികൾ മാത്രമല്ല, ഈ കേരളത്തിലെ ഒരുവിധം പണ്ഡിതന്മാരെല്ലാം കൂടി ഉണ്ടാക്കിയതാണ്. അങ്ങനെ അതിൽ നിന്ന് തെറ്റിപ്പോയവരാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. എന്തുകൊണ്ട്? അവർക്ക് ഖുർആനും സുന്നത്തും മാത്രം പോരാ, കുറേ ബിദ്അത്തുകളും വേണം. എന്നാലല്ലേ അവർക്ക് അവരുടെ ബിസിനസ് നടത്താൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അവർ വേറൊരു സംഘടന ഉണ്ടാക്കി പോയത്. അതെല്ലാവരും മനസ്സിലാക്കണം. ജമിയത്തുൽ ഉലമ എന്ന ആദ്യത്തെ ഇസ്ലാമിക സംഘടന, മുസ്ലിം സംഘടന, അതിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് പോകാനുണ്ടായ കാരണം തനി ബിസിനസ് തന്നെയായിരുന്നു. തനി ബിസിനസ്. ആ ചരിത്രമൊക്കെ നമ്മൾ പഠിക്കണം. എങ്ങനെ ജമിയത്തുൽ ഉലമ ഉണ്ടായത്, എങ്ങനെ സമസ്ത ജമിയത്തുൽ ഉലമ നമുക്കെതിരായ ഒരു സംഘടന ഉണ്ടായത് എന്ന് ഇവിടെ ഇരിക്കുന്ന സലഫികളായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആൾക്കാർ, യഥാർത്ഥ ആൾക്കാരാണ് ഈ ഇവിടെ ഇരിക്കുന്നതൊക്കെ. ഒരു സുന്നിയും ഇവിടെ നമ്മളുടെ യോഗം കേൾക്കാൻ വന്നിട്ടുണ്ടാവില്ല, വരില്ല. വരണമെന്ന് നമുക്ക് ആവശ്യമില്ല. കാരണം നാളെ അള്ളാഹുവിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ എല്ലാ പത്രത്തിൽ നിന്നും നമ്മൾ വിവരം അറിയും. ഞാൻ കുറച്ച് ദിവസം ഒരു മരണസംബന്ധമായ ഒരു വിഷയത്തിൽ എൻ്റെ കുടുംബത്തിൽ ഉണ്ടായത് കൊണ്ട് തന്നെ ഞാൻ വിവരങ്ങളൊന്നും സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരുന്നു മൊബൈൽ. ഒരു സംഗതി ഞാൻ അറിയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇന്നലെ മിനിയാന്ന് മാതൃഭൂമിയിൽ വലിയ ഹെഡിങ്ങിൽ നമ്മുടെ സമ്മേളന വിവരം അറിയിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വന്നത്. എന്നെ ഒരാളും അറിയിച്ചിട്ടല്ല, അത് നമ്മുടെ കർത്തവ്യമാണ്. ജമിയത്തുൽ ഉലമൻ്റെ കേരള ജമിഅത്തുൽ മുജാഹിദീൻ്റെ ISMൻ്റെ ഒക്കെ യോഗങ്ങളുണ്ടാകുമ്പോൾ അതിന് പങ്കെടുക്കുക എന്നത് തന്നെ ഒരു ചരിത്രത്തിൻ്റെ ആവശ്യമാണ്. എന്തുകൊണ്ട്? അവർ ഒരുപാട് പ്രശ്നങ്ങളുള്ളവരാണ് നമ്മളൊക്കെ. ഒരുപാട് പ്രശ്നങ്ങൾ.
ഞാൻ വീട്ടിലെ പ്രശ്നമില്ല പറയുന്നത്, നമ്മുടെ സംഘടനാപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ, നമ്മുടെ ഒരുപാട് പ്രവർത്തകന്മാരെ എനിക്കറിയാം. പിന്നെ എല്ലാവരും വളരെ നിരാശയിലാണ്. എന്തുകൊണ്ട്? മുമ്പത്തെ മാതിരി തൗഹീദ് നമ്മൾ പറയണില്ല, പേടി ഉണ്ട് എന്നൊരു തോന്നൽ മറ്റുള്ളവർക്ക് കടന്നുകൂടിയിട്ടുണ്ട്. അത് നമ്മൾ മാറ്റണം. ഇവിടെ ഒരുപാട് മെമ്പർമാരല്ലാത്ത ഒരുപാട് ആൾക്കാർ, നിങ്ങൾക്കറിയല്ലോ, നമ്മളെ മുജാഹിദ് പ്രസ്ഥാനം കെട്ടിപ്പടുത്തതിൽ പിന്നെ ഉണ്ണിക്കുട്ടി മൊയ്ലി അതിൻ്റെ ചരിത്രമൊക്കെ പറഞ്ഞു. വളരെ സന്തോഷകരമായ ഒരു പ്രസംഗമായിരുന്നു അദ്ദേഹത്തിൻ്റെ. കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഒരു പ്രസംഗം. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ അദ്ദേഹം നമ്മളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഖുർആനും സുന്നത്തും നമ്മൾ എല്ലാവരും പറയാൻ എളുപ്പമാണ്. ഖുർആനും സുന്നത്തും എല്ലാവർക്കും പറയല്ലോ. പക്ഷെ അത് പ്രാവർത്തികമാക്കാനാണ് വലിയ കഷ്ടപ്പാട്. അതിനു വേണ്ടിയായിരിക്കണം ഈ കൂടിയിരിക്കുന്ന ആൾക്കാർ പരസ്പരം ഉപദേശിക്കേണ്ടതും നിർദ്ദേശിക്കേണ്ടതും പിന്നെ കൽപ്പിക്കേണ്ടതും. എല്ലാവരും മഅ്സൂമീങ്ങളാണെന്ന് നമുക്കാർക്കും അഭിപ്രായമില്ല. കഴിയുന്നിടത്തോളം ദീനിൻ്റെ ആ ഉത്ബോധനങ്ങൾ പാലിച്ചുകൊണ്ട് സുന്നത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ. എന്ത് ഖുറാഫാത്തുകൾ വളരെയധികം ഉണ്ട്. ഇപ്പം തന്നെ 2 ഖുറാഫാത്ത് ഒപ്പം വന്ന കാലഘട്ടമാണ്. എന്താണ് 2 ഖുറാഫാത്ത്? ഒന്ന് ഓണം, രണ്ടാമത് നബിദിനം. 2 ഖുറാഫാത്താണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം 2 ഖുറാഫാത്താണ്. 2ൻ്റെയും ഉത്ഭവം വളരെ മോശമാണ്. അതേസമയത്ത് നമ്മൾ ആരും അതിനെയൊന്നും തടുക്കാനോ അതിനെ എതിർത്ത് യുദ്ധം ചെയ്യാനോ നമ്മൾ പുറപ്പെടുന്നില്ല. നമ്മളുടെ യുദ്ധം ഖുർആനും സുന്നത്തുമാണ് കൊണ്ടാണ്. അതാണ് നമ്മളുടെ പരിചയം, അതാണ് നമ്മളുടെ വാളും പരിചയമൊക്കെ. അതുകൊണ്ട് നമ്മൾ മുസ്ലിങ്ങളിൽ ദഅവത്ത് നടത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ മൗലവി പറഞ്ഞ പോലെ തന്നെ ജമിയത്തുൽ ഉലമയും നദവത്തുൽ മുജാഹിദിനൊക്കെ നിരന്തരമായി ഖുർആനും സുന്നത്തിനും വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ഓരോ മിനിറ്റിലും നമ്മുടെ സഹോദരന്മാർ കാലഗതി അടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നേതാക്കന്മാർ പ്രത്യേകിച്ച് കുറച്ച് അവശേഷിക്കുന്നവരാണ് നമ്മളെ അടുത്തുള്ളൂ. നമ്മൾ ഈ ദഅവത്ത്, ഈ തൗഹീദിൻ്റെ ദഅവത്ത്, ഈ റിസാലത്ത് നമ്മൾ കേരളത്തിലെ മുക്കിലും മൂലയിലും പ്രചരിപ്പിക്കേണ്ടത് നമ്മളൊക്കെയാണ്. വേറെ ആരും ശമ്പളം കൊടുത്തിട്ട് നമ്മൾ ഇവിടെ നിശ്ചയിച്ചിട്ടില്ല. എല്ലാവരും ഇതിൻ്റെ വാഹകന്മാരായിട്ട് മാറണം. തൗഹീദിൻ്റെ വാഹകന്മാർ, റിസാലത്ത്, ആ റിസാലത്തിന് വേണ്ടി നമ്മളെല്ലാവരും ഉചിതമായി പ്രവർത്തിക്കണം, ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം. ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അത് പെരുപ്പിച്ച് കാണിച്ച് സംഘടനയെ നശിപ്പിക്കാൻ ആരും ശ്രമിക്കരുത് എന്ന് ഞാൻ വളരെ ഇതോടുകൂടി താഴ്മയോടുകൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കണേ. ലൈസലി കലിമ അലാമ കാല ഷെയ്ഖാൻ. ലൈസലി കലിമ, എനിക്ക് ഇനി അധികമൊന്നും സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഉള്ളിൻകുട്ടി വലിയ ഓതിയ ആ ആയത്ത് ഒരുപാട് പ്രാവശ്യം നമ്മളെല്ലാവരും ശ്രദ്ധിക്കുകയും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുകയും വേണം. ഖുറാഫാത്ത് ഇവിടെ തഴച്ച് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം എന്താണ്? റോട്ടുമ്പോൾ കൂടി ആ മനുഷ്യർക്ക് നടക്കാൻ പറ്റുമോ? ഒരു സംസ്കാരമുള്ള ഒരു സംഘടന, ഒരു മതത്തിൻ്റെ അനുയായികളാണ് നമ്മളെങ്കിൽ നമ്മൾ നബിൻ്റെ സന്ദേശം ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയല്ലേ വേണ്ടത്? അതിനല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു. ഞാൻ കൂടുതൽ സംസാരിക്കാൻ എനിക്ക് കുറച്ച് അസുഖങ്ങളുണ്ട്, അതുകൊണ്ട് ഞാൻ വേഗം നിൽക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു തആല ഈ യോഗം തൗഹീദിൻ്റെ ഒരു റിസാലത്തായി കേരളം ദർശിക്കട്ടെ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ശ്രമിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.